വിവിധ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ പകരച്ചുങ്കത്തിൽ നിന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങളെ ഒഴിവാക്കിയിട്ടും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഫോണിൽ വിളിക്കാത്തതിൽ അസ്വസ്ഥനായി ഡൊണാൾഡ് ട്രംപ്. ഉയർന്ന ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുന്നത് അമേരിക്കൻ വിപണിയിലെ കമ്പ്യൂട്ടറുകളെയും സ്മാർട്ട് ഫോണുകളുടെയും വില കൂട്ടുമെന്നും അത് ടെക് കമ്പനികളെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയെ തുടർന്നാണ് ഇവയെ താരിഫിൽ നിന്ന് ഒഴിവാക്കിയത് എന്നുമാണ് സൂചന. ട്രംപിന്റെ ഈ തീരുമാനം ആപ്പിൾ, സാംസങ് പോലുള്ള ടെക് ഭീമന്മാർക്ക് വലിയ രീതിയിലുള്ള ഗുണമാണ് ചെയ്യുക. ഇത് കൂടാതെ സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ എന്നിവയും ഹാൻഡ് ഡ്രൈവുകൾ, പ്രോസസ്സറുകൾ, മെമ്മറി ചിപ്പുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ താരിഫിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും നിർമ്മിക്കുന്നത് ചൈനയിലാണ്. ട്രംപ് ഭരണകൂടം ചൈനയ്ക്ക് 145% താരിഫ് ചുമത്തിയ സാഹചര്യത്തിൽ ഇവയുടെ വില കുതിച്ചുയരുമെന്ന് US ടെക് കമ്പനികൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. താരിഫ് ഏർപ്പെടുത്തി ലോകത്തെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് ഉൽപ്പന്ന നിർമ്മാതാക്കളായ ചൈനയെ മുട്ടുകുത്തിക്കാമെന്നായിരുന്നു കരുതിയിരുന്നെങ്കിലും ഇതുവരെ ചൈന പ്രതികരിച്ചിട്ടില്ല. ചൈനയുമായി സംഭാഷണത്തിന് തയ്യാറാണെന്ന വിധത്തിൽ നിരവധി തവണ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായെങ്കിലും ചൈന കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്യുന്നത്. ചൈന അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് പ്രതികരിക്കുന്നത് എന്ന തോന്നലാണ് ട്രംപിന്റെ അടുത്ത വൃത്തങ്ങൾക്കുള്ളത്. വൈസ് പ്രസിഡന്റ് JD വാൻസ് ചൈനയിലെ കൃഷിക്കാർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളും അമേരിക്ക വാങ്ങുന്നുണ്ട് എന്ന് പ്രതികരിച്ചത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഫോണിൽ വിളിക്കാത്തതിന്റെ അമർഷമാണെന്നാണ് വിലയിരുത്തുന്നത്. വാഷിംഗ്ടണിൽ നിന്നുള്ള ക്ഷണം എത്താതെ ഒരു ഫോൺ കോൾ പോലും പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീയോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. താരിഫ് പ്രഖ്യാപനത്തോടെ ചൈന മുട്ടിലിഴയുമെന്ന ട്രംപിന്റെ കണക്കുകൂട്ടലുകളാണ് ഇതുവഴി തെറ്റിയത്. തനിക്ക് പ്രസിഡന്റ് ഷീയോട് വലിയ ബഹുമാനമുണ്ട്. ദീർഘകാലമായി തന്റെ സുഹൃത്താണ് അദ്ദേഹം. ഒരുമിച്ച് കാര്യങ്ങളെ സമീപിച്ചാൽ ഇരു രാജ്യങ്ങൾക്കുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് കരുതുന്നത്. ഇക്കാര്യത്തിൽ താൻ ഉറ്റുനോക്കുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ചൈനയിൽ നിന്ന് പ്രതികരണമില്ലെന്ന് മാത്രമല്ല, നിരക്ക് എത്ര വേണമെങ്കിലും കൂട്ടിക്കോളൂ എന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന പ്രതികരണം. ബീജിംഗുമായി ഏറെ അടുപ്പമുള്ള ചൈനീസ് അക്കാദമിക്കായ വിക്ടർ ഗാവോയുടെ വീഡിയോ ക്ലിപ്പും അമേരിക്കയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ചൈനയ്ക്ക് അമേരിക്കൻ മാർക്കറ്റിൽ പ്രവേശനം നിഷേധിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണിത്. ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. ചൈന 5000 വർഷമായി ഇവിടെയുണ്ട്. ഇതിൽ കൂടുതൽ സമയത്തും അമേരിക്ക എന്നൊരു രാജ്യമില്ല. അപ്പോഴും ഞങ്ങൾ അതിജീവിച്ചു. ഞങ്ങളെ അമേരിക്ക പുറത്താക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അമേരിക്കയെ ഒഴിവാക്കി തന്നെ ഈ സാഹചര്യം കൈകാര്യം ചെയ്യും. ഞങ്ങൾക്ക് മറ്റൊരു 5000 വർഷം കൂടി മുന്നേറാൻ കഴിയുമെന്നാണ് കരുതുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ചൈനയുടെ വഴിയിൽ അമേരിക്ക എത്തിയെന്നാണ് ഇപ്പോഴത്തെ പിൻവലിക്കൽ വ്യക്തമാക്കുന്നത്. ചൈനയിൽ നിന്നുള്ള വിതരണം നിലച്ചാൽ അമേരിക്കയിലെ ക്രിസ്മസ് സമ്മാനങ്ങൾക്ക് പോലും വില കൂടുമെന്നതാണ് വസ്തുത. ചില അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിലേക്കും വിയറ്റ്നാമിലേക്കും ഉൽപാദനം മാറ്റിയിട്ടും ചൈന തന്നെയാണ് മിക്ക ഘടകങ്ങളിലേക്കും വിതരണം ചെയ്യുന്നത്. അമേരിക്കയിൽ വിൽക്കുന്ന ആപ്പിളിന്റെ ഐഫോണുകളിൽ 80% ചൈനയിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. ബാക്കി 20% ഇന്ത്യയിലാണ്. പുതിയ താരിഫുകൾ പ്രാബല്യത്തിൽ വരാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെ ആപ്പിൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉപകരണങ്ങളുടെ ഉൽപാദനം വേഗത്തിലാക്കാനും വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ആപ്പിൾ ഇന്ത്യയിൽ നിന്നും 600 ടൺ ഐഫോണുകൾ US-ലേക്ക് കയറ്റി അയച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പുതിയ താരിഫ് നിലവിൽ വരുന്നതിന് മുൻപ് മാർച്ച് മുതൽ 100 ടൺ വീതം ഐഫോണുകൾ അടങ്ങുന്ന 6 കാർഗോ വിമാനങ്ങൾ അയച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിർമ്മിക്കുന്ന ചൈനയിൽ 125% അമേരിക്ക തീരുവ ചുമത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള തീരുവ 26%. ചൈനയിൽ നിന്നും കയറ്റുമതി കുറയുന്നതിനെ നിയന്ത്രിക്കാനാണ് ആപ്പിളിന്റെ ഇന്ത്യയിൽ നിന്നുമുള്ള 600 ടൺ കയറ്റുമതി എന്നാണ് റിപ്പോർട്ടുകൾ.